നമസ്കാരം. ഒരു കുറ്റകൃത്യം വെറുതെ പറഞ്ഞു പോകുമ്പോൾ അത് സർവ്വസാധാരണം മാത്രമായിരിക്കും. പക്ഷേ ഇഴകീറി പരിശോധിക്കുമ്പോൾ നിയമപാലകർക്കത് മറ്റൊരു കേസ് അന്വേഷണത്തിന് സഹായകമായേക്കാം. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഏതെങ്കിലും ഘട്ടത്തിൽ സാമ്യതകളും ഉണ്ടാകും. കുറ്റവാളികളുടെ ഈ മനോനില പരിശോധിച്ചാണ് അന്വേഷണം പലപ്പോഴും മുന്നോട്ടു പോവുക. നിയമപാലകർ പോയ വഴിയെ അല്ലെങ്കിൽ അവർ വിട്ടുപോയ വഴിയെ നമുക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കാം. തുടങ്ങാം CID24ന്റെ ഇന്നത്തെ യാത്ര. കേരളം ഞെട്ടിയൊരു കൊലപാതകത്തിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്. ഹോട്ടൽ ഉടമയായിരുന്ന സിദ്ദിഖിന്റെ കൊലപാതകം. കോഴിക്കോട് ഒളവണ്ണയിൽ ഹോട്ടൽ നടത്തിയിരുന്ന തിരൂർ സ്വദേശി സിദ്ദിഖിനെ ഹണി ട്രാപ്പിന്റെ പേരിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ചു. കേസിൽ 3 പേരായിരുന്നു അറസ്റ്റിലായത്. വെറും 18 വയസ്സുള്ള ചളവറ സ്വദേശി ഫർഹാനയും സുഹൃത്ത് മുഹമ്മദ് ഷിബിലിയുമാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. CID24 ബിഗ് സ്റ്റോറി. ഈ സംഭവം നടന്നത് 2023 മെയ് മാസത്തിൽ. മെയ് 18 സിദ്ദിഖിനെ കാണാതാകുന്നു. 22 കുടുംബം തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. കാണാതായതിന് പിന്നാലെ സിദ്ദിഖിന്റെ അക്കൗണ്ടിൽ നിന്ന് തുടരെ പണം പിൻവലിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് മകന് സംശയത്തിനിടയാക്കിയത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അതിദാരുണമായ കൊലപാതകം. സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഷിബിലി. ഷിബിലിയുടെ സുഹൃത്താണ് 18 വയസ്സു മാത്രം പ്രായമുള്ള ഫർഹാന. ഇവർ രണ്ടുപേരും ചേർന്നാണ് സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ തീരുമാനിച്ചത്. തിരൂർ സ്വദേശിയായ ആഷിഖും ഇവർക്കൊപ്പം ചേർന്നു. സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ പ്രതികൾ കണ്ടെത്തിയ സ്ഥലം എരഞ്ഞിപ്പാലത്തെ ഡീകാസ ഇൻ ലോഡ്ജ് ആയിരുന്നു. ഫർഹാനയുടെ നിർദ്ദേശപ്രകാരം സിദ്ദിഖ് എടുത്തത് 2 മുറികൾ. സിദ്ദിഖും ഫർഹാനയുമാണ് ആദ്യം മുറിയിലെത്തിയത്. പിന്നീട് ഷിബിലി എത്തുന്നു. തൊട്ടു പിന്നാലെ ആഷിഖും. കൃത്യമായി ആസൂത്രണം ചെയ്താണ് 3 പേരും എത്തിയത്. ഫർഹാനയുടെ ബാഗിൽ ചുറ്റിക, ഷിബിലിയുടെ കയ്യിൽ കത്തി. ഹണി ട്രാപ്പിലൂടെ 5 ലക്ഷം രൂപ കൈക്കലാക്കാനായിരുന്നു ശ്രമം. സിദ്ദിഖിനെ നഗ്നനാക്കി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഇത് സിദ്ദിഖ് തടഞ്ഞു. തർക്കമായി. ഇതിനിടയിൽ താഴെ വീഴുന്നു. ഫർഹാനയുടെ ബാഗിലുണ്ടായിരുന്ന ചുറ്റിക ഷിബിലിക്ക് കൈമാറി. ഈ ചുറ്റിക ഉപയോഗിച്ച് ഷിബിലി സിദ്ദിഖിന്റെ തലയ്ക്കടിച്ചു. താഴെ വീണ സിദ്ദിഖിനെ ആഷിഖ് നെഞ്ചിൽ ചവിട്ടി. മൂവരും ചേർന്ന് നിർത്താതെ മർദ്ദനം. സിദ്ദിഖിന്റെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ഈ മൃതദേഹം എവിടെ ഉപേക്ഷിക്കും എന്നതായി പിന്നീടുള്ള ചർച്ച. ഇതിനായി സ്ഥലം പറഞ്ഞു നൽകിയത് ആഷിഖാണ്, അട്ടപ്പാടി ചുരത്തിൽ. ആദ്യം ഇവർ ഒരു ട്രോളി ബാഗ് വാങ്ങി. ഈ ട്രോളി ബാഗിൽ സിദ്ദിഖിന്റെ മൃതദേഹം പൂർണ്ണമായും അടയ്ക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് ഒരു ട്രോളി ബാഗ് കൂടി കോഴിക്കോട് നഗരത്തിൽ നിന്നും വാങ്ങുന്നു. ഒപ്പം തന്നെ മൃതദേഹം മുറിക്കാനായി ഒരു ഇലക്ട്രിക് കട്ടറും. രണ്ടു മുറികളിൽ ഒന്നിന്റെ ബാത്റൂമിൽ വെച്ചാണ് മൃതദേഹം 2 കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിൽ വെച്ചത്. പിന്നീട് സിദ്ദിഖിന്റെ കാറിന്റെ ഡിക്കിയിൽ ട്രോളി ബാഗുകൾ വെക്കുന്നു. ഇവിടെയാണ് പ്രതികൾക്ക് തെറ്റിയത്. ഹോട്ടലിന്റെ സമീപത്തെ CCTVയിൽ കൃത്യമായി ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഫർഹാന ഒരു ബന്ധുവിനെ വിളിച്ച കോളാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത്. മെയ് 19 ഇവർ മൃതദേഹം ഉപേക്ഷിച്ചത്. 24 പുലർച്ചെ ഷിബിലിയും ഫർഹാനയും ചെന്നൈയിലേക്ക് കടന്നു. ആസാമിലേക്ക് പോകാനായിരുന്നു പദ്ധതി. സിദ്ദിഖിന്റെ ATM കാർഡിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പണം പിൻവലിച്ചു. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ചെന്നൈയിലെത്തി കേരള പോലീസ് ഷിബിലിയെയും ഫർഹാനയെയും പൊക്കി. പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള അന്വേഷണത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. അട്ടപ്പാടി ചുരത്തിൽ പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് 2 ട്രോളി ബാഗുകളും ഈ ട്രോളി ബാഗുകളിലായി മൃതദേഹവും കണ്ടെത്തി. ചെറുതുരുത്തിയിൽ വെച്ച് സിദ്ദിഖിന്റെ കാറും. അങ്ങാടിപ്പുറത്തെ ചിരട്ടമലയിൽ സിദ്ദിഖിനെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കട്ടറും ATM കാർഡുകളും കണ്ടെത്തി.
തിരൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീടത് നടക്കാവ് പോലീസിന് കൈമാറി. കേസിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. 187 സാക്ഷികൾ, 100-ലധികം തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചു. കെട്ടിടം നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഭർത്താവ് 26-കാരിയായ ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടി. കാരണം സംശയം. അസാധാരണമായ കൊലപാതകമാണ് 2009 നടന്ന മാന്നാർ കലാകൊലപാതകം. വർഷങ്ങൾക്കിപ്പുറവും പ്രതി കാണാമറിയത്താണ്. കൂട്ടുപ്രതികളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒക്കെയുണ്ട്. പക്ഷേ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതായതോടെ പോലീസിന് ഈ അന്വേഷണം മുഴുപ്പിക്കാൻ കഴിയാതായി. ക്രൂരമായ ഈ കൊലപാതകം നടത്തിയ ഭർത്താവ് അനിൽ ഇപ്പോഴും വിദേശത്ത് സുഖജീവിതം നയിക്കുകയാണ്. കൊന്നു കുഴിച്ചുമൂടിയ സംഭവങ്ങളെല്ലാം ഇന്ന് ദൃശ്യ മോഡൽ കൊലപാതകമെന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ 2013 ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ആലപ്പുഴ മാന്നാറിൽ നടന്ന ഒരു ബ്രൂട്ടൽ മർഡറുണ്ട്. മൃതദേഹം എവിടെയെന്ന് പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേരളം ഇതുവരെയും കാണാത്ത അസാധാരണമായൊരു കൊലപാതകവും മൃതദേഹം എവിടെയെന്ന് വെളിപ്പെടുത്താത്ത മനോരോഗിയായ കൊലപാതകി. സംഘടിതമായി നടത്തിയ കൊലപാതകമാണെങ്കിലും മൃതദേഹം മറവ് ചെയ്തത് ഒരാൾ മാത്രം. 16 വർഷങ്ങൾക്കിപ്പുറവും ആ മൃതദേഹം എവിടെയെന്ന് വെളിപ്പെടുത്താൻ അയാൾ തയ്യാറായിട്ടില്ല. പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവ് മൃതദേഹം സിമന്റ് തേച്ച് കുഴച്ച് കെട്ടിടം നിർമ്മിക്കുകയും ബാക്കി അവയവങ്ങൾ ശുചിമുറിയിൽ മറവ് ചെയ്തു എന്നുമാണ് പോലീസിന്റെ നിഗമനം. കൊല നടന്നു എന്ന് സമ്മതിക്കുന്ന കൂട്ടുപ്രതികൾ, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും മൃതദേഹത്തിന്റെ ഒരു തരി എല്ല് പോലും കണ്ടെത്താൻ കഴിയാത്ത പോലീസിന് വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. കൊല നടത്തിയിട്ടും മൃതദേഹാവശിഷ്ടങ്ങൾ അജ്ഞാതമാക്കി പക തീരാതെ വിദേശത്തെവിടെയോ അയാൾ ഒളിഞ്ഞിരിക്കുകയാണ്. പോലീസിനെ നോക്കി പരിഹസിക്കുകയാണ്. വർഷം 2008. സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂർ. വർഷങ്ങൾ പ്രണയിച്ച് വിവാഹിതരായ അനിൽകുമാറും കലയും. നാട്ടിൽ മേസ്തിരിപ്പണി ചെയ്തിരുന്ന അനിൽകുമാർ പിന്നീട് ജോലി തേടി വിദേശത്തേക്ക് പോയി. കലയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് അനിൽകുമാറിന്റെ കുടുംബത്തിലും നാട്ടിലും ഒരുപോലെ കഥകൾ പ്രചരിച്ചു. അക്കാലത്ത് എറണാകുളത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തിരുന്ന കല മറ്റൊരാൾക്കൊപ്പം വീട് വിട്ടിറങ്ങിയെന്ന് അനിൽകുമാറിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ഒരു വർഷത്തിനു ശേഷം 2009 നാട്ടിലെത്തിയ അനിൽകുമാർ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് മാന്നാർ പോലീസിൽ പരാതിയും നൽകി. പരാതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ടവിധം അന്വേഷണമുണ്ടായില്ല. മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്ന കല അയാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് പോലീസും കലയുടെ ബന്ധുക്കളും ഒരുപോലെ വിശ്വസിച്ചു. കലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായത് സംശയം ബലപ്പെടുത്താൻ കാരണം. വർഷം 2024. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോണിന് ഒരു ഊമക്കത്ത് ലഭിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് മാന്നാറിൽ കാണാതായ 26-കാരി കലയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. കൊലപ്പെടുത്തിയ രീതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു. തുടർന്ന് അതീവ രഹസ്യമായി കേസ് അന്വേഷിക്കാൻ അമ്പലപ്പുഴ പോലീസിനെ ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തി. മഫ്തിയിലുള്ള അന്വേഷണ സംഘം രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെന്നറിഞ്ഞ് കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ വിവരമറിയിച്ചു. തുടർന്ന് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. RDOയുടെ അനുമതി തേടി ഫോറൻസിക് വിഭാഗവുമായി ചേർന്ന് അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ
മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. എന്നാൽ പിന്നീട് ലഭിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം കേസിന് അനുകൂലമായിരുന്നില്ല. ഒരു സെപ്റ്റി ടാങ്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർ തുറക്കുന്നു, അവിടെ ഈ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെല്ലാം വലിയ പരിശോധന നടത്തുന്നു. എല്ലാം പകൽ പോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ ഒരു മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികൾ അനിൽകുമാർ കലയെ കൊലപ്പെടുത്തിയെന്നും കൊലയ്ക്ക് കൂട്ടുനിന്നുവെന്നും പോലീസിനോട് വെളിപ്പെടുത്തി. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന കലയെ കാറിലെത്തി ആലപ്പുഴയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന യാത്രാമധ്യേ മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കാറിനുള്ളിൽ കഴുത്തുചരിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. കൊല ചെയ്തത് ആരാണെന്ന് വ്യക്തമായതോടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അമ്പലപ്പുഴയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. പ്രതികളായ അനിൽകുമാറിന്റെ സുഹൃത്തുക്കൾ സുരേഷ്, ജിനു രാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ മൃതദേഹം എവിടെയാണ് മറവു ചെയ്തത് എന്ന വിവരം അനിൽകുമാറിന് മാത്രമായിരുന്നു അറിവുണ്ടായിരുന്നത്. കലയെ ഒളിപ്പിച്ചു വെച്ച ശേഷം പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയെന്നായിരുന്നു സുഹൃത്തുക്കളോടും അനിൽകുമാർ കഥ മെനഞ്ഞത്. കൊലയ്ക്ക് ശേഷം കാറിന്റെ ഡിക്കിയിൽ മൃതദേഹവുമായി അനിൽകുമാർ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് മാത്രമാണ് കൂട്ടുപ്രതികൾക്ക് അറിവുള്ളത്. പലതവണ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടും കൂട്ടുപ്രതികളിൽ നിന്ന് മറ്റൊരു വിവരവും ലഭിച്ചില്ല. വിദേശത്തായിരുന്ന ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കോടതിയെ പോലീസ് സമീപിച്ചു. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിക്കാത്തതുകൊണ്ട് വിദേശത്തു നിന്ന് പ്രതിയെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുമായില്ല. മേസ്തിരിപ്പണി ചെയ്തിരുന്ന അനിൽകുമാർ മൃതദേഹം സ്വന്തം വീട്ടിലും മറ്റു പല കെട്ടിടങ്ങളിലും കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഉണ്ടെ തന്നെ ഇത് മേടി കൊമളിച്ചു, അതുപോലെ കെമിക്കൽ ഇറക്കിയിട്ടുണ്ട്. അതായത് കല്ല് വരെ പൊടിയുന്ന കെമിക്കൽ ഇതിനകത്ത് ഇറക്കിയിട്ടിരിക്കുക. അതാ മേടി കണ്ടത് ഒന്ന് തൊട്ടപ്പോഴേ പൊടി മനസ്സിലായപ്പോഴേ ഞാൻ ഈ അസ്ഥിയുടെ പൊടി എനിക്ക് ചോദിനറിയാം, അസ്ഥിയുടെ പൊടിയാണെന്നുള്ള മനസ്സിലായി. അത് എല്ലാം അതാണെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ന്യായമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. കലയെ കാണാതായി 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു അനിൽകുമാറിന്റെ വീടിന്റെ പുനർനിർമ്മാണവും. ഇക്കാലയളവിൽ ഇയാൾ നിരവധി വീടുകളിൽ മേസ്തിരിപ്പണിക്കും പോയിരുന്നു. കേസിൽ ഒന്നാം പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാത്ത പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഏത് കെട്ടിടത്തിനുള്ളിൽ കുഴിച്ചു മൂടിയാലും ഏത് ശുചിമുറിയിൽ ഒളിപ്പിച്ചാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സത്യമെന്ന പോൽ കൊലപാതകത്തിന്റെ തെളിവുകൾ ഇനിയും പുറത്തു വരുമോ? പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയുമോ? അല്ലെങ്കിൽ ഇതുപോലുള്ള കുറ്റവാളികൾ നമ്മുടെ നിയമവ്യവസ്ഥയെ നോക്കി പല്ലിളിക്കും? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.